എന്നില സ്വന്തമാകണം. വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടി അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം. ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാനാരായണ ജയിക്കുക ചിദാനന്ദ സിന്ധോ ജയിക്കുക. ആഴമേറും നിന്മകസ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തെക്കേറ്റത്തുള്ള പാഠശാലയുടെ പ്രവർത്തന റിപ്പോർട്ട്, പ്രവർത്തന എല്ലാ ശാഖകളുടെ 29 ശാഖകളുടെയും പ്രവർത്തനം എങ്ങനെയുണ്ട്, അവർക്ക് കൊടുത്തിട്ടുള്ള ഡയറക്ഷൻ എല്ലാം അവർ അംഗീകരിക്കുന്നുണ്ടോ, അതെല്ലാം പരിശോധിക്കാൻ വേണ്ടി ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സമിതിയിൽ ആളുകളെ അയച്ചിട്ടുണ്ട്. അദ്ദേഹം ആലുവ അജിത്താണ്. അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ചെയ്യുക. അതേപോലെ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ശാഖകളുടെയും പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് വനിതാ സംഘം പ്രസിഡന്റ്, വനിതാ സംഘത്തിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുക. ഇന്നത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ശാഖയിലുള്ള ആളുകളെ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ ഗുരുദേവന്റെ ആളായിട്ടുള്ള ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഓരോ വഴികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പാഠശാലയില് അതിനെല്ലാം കൊണ്ടുവരാനുള്ള സജ്ജീകരണങ്ങൾ എനിക്ക് ഒരുക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ ആലുവ അജിത്ത് എന്ന് പറയുന്ന ശ്രീമാൻ നമ്മുടെ ഗുരുദേവന്റെ അടുത്ത ആള് നമ്മുടെ SNDP യൂണിയൻ പത്രാധിപർ യൂണിയന്റെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീമാൻ ആലുവ അജിത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ജനറൽ സെക്രട്ടറി ഏൽപ്പിച്ച് വിട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും. പക്ഷേ ഞാൻ കർശനമായി നിങ്ങളോട് പറയുന്നു, ഈ അധികാരം ഇരിക്കുമ്പോഴേ നിങ്ങളുടെ വില ഉണ്ടാവുള്ളൂ. ഞാനൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുമ്പോൾ എന്റെ വില എത്രത്തോളം ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ഞാൻ വന്നതിന് ശേഷം എന്റെ വാല്യൂ എത്രത്തോളം ഹൈ ലെവൽ ആയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എന്റെ കുടുംബത്തിനാണ് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം നിങ്ങളൊന്നും പ്രവർത്തനരഹിതമായിരുന്നാൽ ഈ അധികാരം നിങ്ങൾക്ക് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കർശനമായ നിർദ്ദേശം തന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ അതിന്റെ വിശദ വിവരങ്ങൾ നമ്മുടെ ആലുവ അജിത്ത് ശ്രീമാൻ അജിത്ത് നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ പൂർണ്ണമാക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഗുരുദേവനാമത്തിൽ നന്ദി. ചായ കുടിച്ചതിന് ശേഷം നമുക്ക് പറയുന്നത്.
ഇരുവിക്കോട് ശാഖ. ഇഴുവിക്കോട് വന്നിട്ടുണ്ടോ? ഇഴുവിക്കോട് കാവിൽ പാലിയോട് ശാഖ. പാലിയോട് കോഴിക്കോട് ശാഖ. എത്തിയിട്ടുണ്ട്. ആനാവൂർ തേരടി ശാഖ. എത്തിയിട്ടുണ്ട്. മണ്ണങ്കോട് ശാഖ. കണ്ടിത്തരം ശാഖ. കുളവുന്തലക്കൽ മഞ്ചവിളാകം ശാഖ. വന്നിട്ടില്ല. മലയിക്കട മഞ്ചവിളാകം ശാഖ. ഓണക്കോട് ശാഖ. ഓണംകോട്. മേക്കൊല്ല ധനുചപുരം ശാഖ. മേക്കൊല്ല വന്നിട്ടുണ്ട്. ധനുചപുരം ശാഖ. വന്നിട്ടുണ്ട്. കരശുവയ്ക്കൽ ശാഖ. വന്നിട്ടുണ്ട്. ആടുമൻകാട്. കൊല്ലകോണം. കനന്തരിക്കോണം. കൊടുത്തറക്കുഴി. ഉണ്ട്. വന്നിട്ടുണ്ട്. ഐര. ഈര. പഴയ ഉച്ചക്കട. പഴയ ഉച്ചക്കട. ഉച്ചക്കട. പ്ലാമൂട്ടുകട. പൂഴിക്കുന്ന്. മരിയാപുരം. ചെങ്കൽ. ഇരുവൈക്കോണം. ശേഷം ഉണ്ട്. ഇവരുണ്ട്. അധ്യക്ഷനും പാറശാല യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായ ബഹുമാനായ ശ്രീ ഊരമ്പ് എസ് ജയൻ അവർ, പ്രിയ സഹോദരി ശ്രീമതി അജിത, വനിതാ സംഘം പ്രസിഡന്റ് ദിവാരൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള ബഹുമാനീയരായ ശാഖായോഗം പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, വനിതാ സംഘം ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ഈ പാറശാല യൂണിയൻ ഒരു 18 വർഷങ്ങൾക്ക് മുമ്പാണ് ബഹുമാനായ ഇന്നത്തെ യോഗം ജനറൽ സെക്രട്ടറി അധികാരം ഏറ്റെടുത്തതിനു ശേഷം രൂപീകരിക്കപ്പെടുന്നത്. 1996 അദ്ദേഹം SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും നേതൃത്വ നിലയിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ സഹോദര സംഘടനയായ നായർ സർവീസ് സൊസൈറ്റിയുടെ ഘടന പോലെ തന്നെയായിരുന്നു നമ്മുടെ സംഘടനയുടെ. ആ ഘടന എന്ന് പറയുന്നത് താലൂക്ക് അടിസ്ഥാനത്തിൽ ജില്ലയ്ക്കകത്തുള്ള,
അത് നെയ്യാറ്റിൻകര താലൂക്കിൽ പെട്ട പ്രദേശമായിരുന്നു പാറശാല, ഇന്നത്തെ പാറശാല യൂണിയൻ. നെടുമങ്ങാട് യൂണിയൻ ഉണ്ടായിരുന്നു, ചെറിയങ്കഴി യൂണിയൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തിരുവനന്തപുരം യൂണിയൻ ഉണ്ടായിരുന്നു. ആ തിരുവനന്തപുരം യൂണിയൻ ഇന്ന് 3 യൂണിയനായി അദ്ദേഹം വിഭജിച്ചു. ഒന്ന് ഞാൻ നേതൃത്വം കൊടുക്കുന്ന മഹാനായ പത്രാധിപൻ കെ സുകുമാരൻ സ്മാരക യൂണിയനും, രണ്ടാമത് SNDP യോഗത്തിൻ്റെ സ്ഥാപനത്തിന് തന്നെ ഇടയാക്കി തീർത്ത മഹാനായ ഡോക്ടർ പൽപുവിൻ്റെ പേരിൽ മഹാനായ പൽപുവിൻ്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന നന്ദൻകോട് കേന്ദ്രീകരിച്ചാണ് ഡോക്ടർ പൽപു സ്മാരക യൂണിയൻ ഉണ്ടായത്. അതിനു മുമ്പ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ഏകദേശം 10-32 ശാഖകൾ ചേർത്തുകൊണ്ട് ഗുരുകുലം യൂണിയൻ എന്ന് പറയുന്ന യൂണിയൻ രൂപീകരിച്ചു. പാറശാല യൂണിയൻ രൂപീകരിക്കുന്നതിന് മുമ്പ് പുളിത്തറ യൂണിയൻ നൽകി. അതിനോടൊപ്പം നിയമം കോവളം യൂണിയനുകളും ഒരേ സമയത്താണ് രൂപീകരിക്കപ്പെട്ടത്. ബഹുമാനായ ജനറൽ സെക്രട്ടറി അത്തരമൊരു ഘട്ടത്തിലേക്ക് കടക്കാനിടയായ സാഹചര്യം നമുക്കറിയാം. ഒരു എക്കണോമിസ്റ്റിന് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് അദ്ദേഹം ചിന്തിച്ചത് കൊണ്ടാണ് നമ്മുടെ സമുദായത്തെ മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്ന് അടുക്കളയിൽ നിന്ന് നമ്മുടെ സഹോദരിമാരെയെല്ലാം വ്യവസായ രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് ഇന്ന് മൈക്രോ ഫൈനാൻസിലൂടെ നമ്മുടെ പല കുടുംബങ്ങളും, നമുക്കറിയാം, ഒരു സമൂഹത്തെ സാമ്പത്തികമായി ഉന്നതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് പറയുന്നത് സാമ്പത്തികമായ ഭദ്രത കൈവരിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ഈ സമുദായത്തെ സാമ്പത്തികമായി ഉന്നതിയിലേക്ക് നയിക്കണമെങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് ആണ് ഈ മൈക്രോ ഫൈനാൻസ് പദ്ധതി തുടങ്ങി വെച്ചത്. ഏകദേശം 24,000ഓളം സ്വയം സഹായ സംഘങ്ങളാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് രൂപീകരിച്ചത്. ഫലപ്രദമായി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. എന്നാൽ SNDP യോഗത്തിന്റെ മൈക്രോ ഫൈനാൻസ് 2000-ൽ ആരംഭിച്ച് അത് ഏകദേശം 1.25 ലക്ഷം സ്വയം സഹായ സംഘങ്ങൾ, അത് പുരുഷ സംഘങ്ങൾ കൂടി രൂപീകരിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. എന്റെ യൂണിയനിൽ തന്നെ ഏകദേശം 20 കോടി രൂപയാണ് പത്രാധിപർ കെ സുകുമാരൻ സ്മാരക യൂണിയനിൽ 20 കോടി രൂപയാണ് കിട്ടുന്നത്. ഇപ്പൊ അടുത്ത ഘട്ടത്തിൽ കൊടുത്താൽ പോകും. 1 രൂപയുടെ അന്വേഷണമില്ല, യാതൊരു വിധമായിട്ടുള്ള ആക്ഷേപങ്ങളുമില്ലാതെ കൃത്യമായി ഞങ്ങള് ആ പണം യൂണിയൻ ഓഫീസ് കൃത്യമായി അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എത്ര കാശ് വേണമെങ്കിലും തരാൻ ബഹുമാനായ ജനറൽ സെക്രട്ടറി ഒന്ന് പറഞ്ഞാൽ തരാൻ തയ്യാറായി ബാങ്കുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം കേരളത്തിൽ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയുടെ 30ാമത് സംഘടനാ രംഗത്ത് അദ്ദേഹം കടന്നു വന്ന് 30 വർഷം പൂർത്തിയായതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു ആദരവ് നൽകിയപ്പോൾ ആ ആദരവ് ഏറ്റുവാങ്ങുവാൻ നമ്മുടെ പാറശാല യൂണിയന്റെ കൺവീനറെയും തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ 1 വർഷവും 3 മാസവും കൊണ്ട് സമുദായത്തിന്റെ ഇടയിൽ, ഈ പ്രദേശത്തെ സമുദായ അംഗങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ടാണ് ഇന്ന് 17ഓളം ശാഖകളിൽ നിന്നും പ്രാതിനിധ്യം ഉണ്ടായത് എന്ന് അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഈ യൂണിയനെ നയിച്ചിരുന്ന ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ യൂണിയനിൽ തന്നെ കിളിമാനൂർ ചന്ദ്രബാബു എന്ന് പറയുന്ന ശതകോടീശ്വരനായ ഒരാൾ യൂണിയൻ പ്രസിഡന്റായിരുന്നു. ഞങ്ങൾക്കറിയാം, അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. ആ യൂണിയനിൽ ബിനോയ് മാർബിൾസ് എന്ന് പറയുന്ന മറ്റൊരു കോടീശ്വരൻ യൂണിയൻ സെക്രട്ടറി ആയിരുന്നു.
അതിനു മുമ്പ് വെള്ളനാട് സുരേന്ദ്രൻ എന്ന് പറയുന്ന വലിയൊരു കോൺട്രാക്ടർ അവിടെ ഇരുന്നു. അതിനു മുമ്പ് ഡോക്ടർ എം കെ ശിവൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. അതുപോലെ സ്വാമിദാസ് സാർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവിടുത്തെ മുൻ മേയറായിരുന്ന CR ദാസ് സാർ ഉണ്ടായിരുന്നു. പ്രഗത്ഭന്മാരായിട്ടുള്ള സാമ്പത്തിക സമ്പന്നന്മാരും വിദ്യാസമ്പന്നന്മാരും ഒക്കെ ഉള്ള ഒരു യൂണിയൻ പരിധിയിലാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ, തിരുവനന്തപുരത്തെ പ്രബല വിദ്യാലയങ്ങൾ ഉൾപ്പെടെ, പ്രധാനപ്പെട്ട ആശുപത്രികൾ മുഴുവൻ കിടക്കുന്നത്, എയർപോർട്ട് ഉൾപ്പെടെ. ശ്രീനാരായണ ഗുരുദേവന്റെ 2 പ്രതിഷ്ഠകൾ പണ്ടത്തെ ആനന്ദവരീശ്വരൻ ദേവീക്ഷേത്രം എന്റെ യൂണിയന്റെ പരിധി വരുന്ന ഒരു ശാഖയാണ്. ഓലത്തുകര ശാഖ ഗുരുദേവന്റെ ശിവപ്രതിഷ്ഠ നടത്തിയ ശാഖ എന്റെ യൂണിയന്റെ പരിധി വരുന്ന ഒരു ശാഖയുടെ പരിധിയിലാണ്. അപ്പൊ അങ്ങനെ നിരവധിയായിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങളും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും നിരവധി സാമ്പത്തിക സമ്പന്നന്മാരായിട്ടുള്ള ഈ സമുദായത്തിൽപ്പെട്ട തന്നെ മുതലാളിമാരുള്ള സ്ഥലത്ത് പോലും സ്വന്തമായി ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാനോ ഇതുപോലെ ഏതെങ്കിലും ഒരു ജയഞ്ചേട്ടനെ അവിടെ ഞങ്ങൾക്ക് കണ്ടെത്താനോ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അന്ന് ഇരുന്ന നേതാക്കന്മാർ വിചാരിച്ചിരുന്നുവെങ്കിൽ 10 സെന്റ് സ്ഥലമൊക്കെ അന്നത്തെ നേതാക്കന്മാരായിരുന്ന രമേശ് കോൺട്രാക്ടർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ അത് സ്ഥലം കരസ്ഥമാക്കാമായിരുന്നു. ഇന്നാണെങ്കിൽ 1 സെന്റ് സ്ഥലത്തിന് അവിടെ ലക്ഷങ്ങൾ കൊടുക്കണം. ബഹുമാനപ്പെട്ട SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് SNDP യോഗത്തിന്റെ വകയായിട്ടുള്ള കൈതമുക്ക് ശ്രീനാരായണ ഷട്ടുപ്തപൂർത്തി സ്മാരക മന്ദിരത്തിൽ SNDP യോഗം വാടകയ്ക്ക് കൊടുത്തിരുന്ന, പാസ്പോർട്ട് ഓഫീസിന് വാടകയ്ക്ക് കൊടുത്തിരുന്ന കെട്ടിടത്തിന്റെ 1 നില ഒഴിപ്പിച്ച് ഞങ്ങൾക്ക് യൂണിയന്റെ പ്രവർത്തനം നടത്താൻ. കാരണം തലസ്ഥാന യൂണിയൻ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ആ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി വന്ന് താമസിക്കുന്നത്. ഞാൻ 1983 വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗവുമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. 1983 ശിവഗിരി പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് കന്യാകുമാരിയിൽ നിന്നും ഒരു പദയാത്ര, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾക്ക് ഒരുപക്ഷെ അതറിയാമായിരിക്കാം. ആ ശിവഗിരി തീർത്ഥാടന കനകജൂബിലിയുമായി ബന്ധപ്പെട്ട് കനകജൂബിലി ഘോഷയാത്ര അന്ന് അഡ്വക്കേറ്റ് K. ഗോപിനാഥൻ SNDP യോഗത്തിന്റെ പ്രസിഡന്റായിരിക്കുന്ന സന്ദർഭത്തിൽ ആ ഘോഷയാത്രയുടെ സമാപന സമ്മേളനം എന്റെ ശാഖയായ പട്ടം ജംഗ്ഷനിൽ, പട്ടം പാലസ് ജംഗ്ഷനിൽ കൊട്ടാരമുണ്ട്. മഹാരാജാക്കന്മാരുടെ കുതിരവണ്ടികൾക്ക് മാത്രം കടന്നു പോകാൻ ഒരു ഇടവഴി ഉണ്ടായിരുന്നു. ആ ഇടവഴിയൊക്കെ ഇന്ന് വികസനം വന്നപ്പോൾ മാറിപ്പോയി. അവിടെയാണ് അന്ന് ഈ പറയുന്ന ഒരു സമാപന സമ്മേളനം നടന്നത്. എന്റെ ശാഖ രൂപീകരിക്കുന്ന 1980-ലാണ്. എന്റെ പിതാവിന്റെ സ്ഥലം എന്ന് പറയുന്നത് അരിപ്പുറമാണ്. ആയേർ ക്ഷേത്രമാണ് എന്റെ കുടുംബക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരും ഒരേ സമയത്ത് ഗുരുദേവനെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന പ്രത്യക്ഷ ദൈവമായി കണ്ട് ഗുരുദേവനിൽ അഭയം പ്രാപിച്ച് ഗുരുദേവനെ നേരത്തെ പറഞ്ഞ ദൈവമായി കണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന എന്റെ പൂർവികരുടെ പാത പിന്തുടർന്നുകൊണ്ട് 1983 ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ പിതാമഹന്മാരോടൊപ്പം തന്നെ ഞാൻ വന്നു. കൊടികെട്ടാനും അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് പിന്നീട് ചെമ്പഴന്തി ഗുരുകുലത്തിൽ കൃത്യമായി അവിടെ 3ാമത്തെ ഞായറാഴ്ച കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അമൃതാനന്ദ സ്വാമിയുടെ 8ാം ചരമ വാർഷികമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച് പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടാണ് യഥാർത്ഥത്തിൽ ഗുരുവിനോട് ഗുരു ആരാണെന്ന് മനസ്സിലാക്കി തന്നത് എനിക്ക് 2 മഹാഭാഗ്യങ്ങളുണ്ടായി. കാരണം അല്ലെങ്കിൽ ഒരിക്കലും ഇതേപോലെയുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൽ നമ്മൾ ജനിക്കാൻ കഴിഞ്ഞത് നമ്മളൊരു പുണ്യമാണ്. കാരണം മഹാപുണ്യമായ ശ്രീനാരായണ ഗുരുദേവൻ ഈ സമുദായത്തിൽപ്പെട്ട ഒരു അമ്മയുടെ വയറ്റിൽ വന്ന് പിറന്നത് നമ്മുടെ കുലത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമാണ്. ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ധീരനായ നേതാവ് വരുന്നതിന് മുമ്പ് ഈഴവെന്ന് പറയുവാൻ പോലും ധൈര്യപ്പെടാതിരുന്ന നമ്മുടെ സമുദായം. ഈഴവെന്ന് പറഞ്ഞാൽ അവർക്ക് വൈക്ലഭ്യമാണ്. പണ്ടൊക്കെ ഞാനൊക്കെ കൊടികെട്ടാൻ ഇറങ്ങുമ്പോൾ പല സുഹൃത്തുക്കളും ഇന്നലെ സമുദായത്തിൽപ്പെട്ട സുഹൃത്തുക്കളെ പറയും, സിംഹന്റെ കാണുമ്പോൾ ആള് പോകുന്നു, അല്ലെങ്കിൽ പുറമ്പോർ സ്വാമിയുടെ ആള് പോകുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്, ആക്ഷേപം കേട്ടിട്ടുണ്ട്. അന്ന് സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തുന്നു. ആ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി 1996 ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ധീരനായ നേതാവ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും പുറമ്പോക്കുകളിൽ കൊണ്ടുവച്ച്
വെച്ച് ഗുരുവിനെ ആക്ഷേപിക്കരുത്. ഏതെങ്കിലും തർക്കഭൂമികളിൽ കൊണ്ടുവന്ന് ഗുരുവിനെ ആക്ഷേപിക്കരുത്. ഗുരുദേവന്റെ ഈ പറയുന്ന പഞ്ചലോഹി നിർമ്മിതമായിട്ടുള്ള പ്രതിഷ്ഠകൾ നടത്തി അവിടെ ഗുരുക്ഷേത്രങ്ങളാക്കി മാറ്റണം എന്ന് പറഞ്ഞത് ശ്രീ വടാപ്പള്ളി നടേശന്റെ നേരിലായിട്ടുള്ള നേതാവ്. ശ്രീനാരായണ ഗുരുദേവൻ ശരീരനായിരിക്കുന്ന സമയത്താണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ടവർലി എന്ന് പറയുന്ന ഇറ്റലിക്കാരനായ സായിപ്പ് നിർമ്മിച്ച പഞ്ചലോഹ നിർമ്മിതമായിട്ടുള്ള പ്രതിഷ്ഠ ആദ്യമായി സ്ഥാപിക്കുന്നത് ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. അതിനുശേഷം എന്റെ യൂണിയനിൽ തന്നെ ബഹുമാനായ ജനറൽ സെക്രട്ടറി വന്നതിന് ശേഷം ഞാൻ യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്ററായി 4 വർഷക്കാലം വരുന്നു. ഇന്ന് യൂണിയൻ സെക്രട്ടറിയായി 6 വർഷമായി 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 10 വർഷത്തിനിടയിൽ ഏകദേശം 39 ശാഖകളുള്ളതിൽ ഏകദേശം 17 ശാഖകളിലും പഞ്ചലോഹ നിർമ്മിതമായിട്ടുള്ള ഗുരുക്ഷേത്രങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്നും പുറമ്പോക്ക് സ്ഥലങ്ങളിൽ പലരും വന്ന് തർക്ക പ്രദേശങ്ങളിലൊക്കെ വന്ന് ഞങ്ങളോട് പറയുമ്പോൾ തന്നെ ഞങ്ങൾ അതിനെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. SNDP യോഗത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് SNDP യോഗത്തിന്റെ നേതാക്കന്മാരിൽ SNDP യോഗത്തിന് വേണ്ടി എന്തെങ്കിലും നിക്ഷേപം നടത്താൻ, എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യാൻ 3 നേതാക്കന്മാരെ മാത്രമേ ഞാൻ ആ യോഗ ചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് എടുത്തു പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഞാൻ ഒരുപാട് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിമാരെ കൂടെ പ്രവർത്തിച്ച ആളാണ്. 83 മുതൽ SNDP യോഗത്തിന് മാറി വന്നിട്ടുള്ള ജനറൽ സെക്രട്ടറിമാരോടൊപ്പം പ്രവർത്തിച്ചത് കൊണ്ട് അതിൽ പലരെയും താരതമ്യം ചെയ്യാൻ എനിക്ക് സാധിക്കും. മഹാകവി കുമാരനാശാൻ നമ്മുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിട്ട് മഹാകവി കുമാരനാശാൻ 16 വർഷക്കാലം 2 ടേമിലാണ് 16 വർഷം പൂർത്തിയാക്കിയത്. മലയാള ഭാഷയ്ക്കും മലയാള സാഹിത്യത്തിനും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രൂപീകരിച്ചതിന് ശേഷം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ യൂണിറ്റുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ഗുരുദേവനോടൊപ്പം ത്യാഗനിർഭരമായ പ്രവർത്തനം നടത്തി റെഡീമിയർ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു പോയ ആ മരണം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംശയമുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ ആ വിഷയത്തിലേക്ക് തൽക്കാലം കിടക്കുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് തൽക്കാലം ഞാൻ കിടക്കുന്നില്ല. അത് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പൊ അതിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ മലയാള ഭാഷയ്ക്കും മലയാള സാഹിത്യത്തിനും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ എന്ന് പറയുന്നത് ഷേക്സ്പിയറിന് തുല്യമായിട്ടുള്ള സംഭാവനകളാണ്. നിങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത് ശ്രീനാരായണ ഗുരുദേവന്റെ വിദ്യാഭ്യാസ സങ്കല്പം. ആ വിദ്യാഭ്യാസ സങ്കല്പം യാഥാർത്ഥ്യമാക്കിയത് മഹാനായ ആർഷകരാണ്. ഇത് കേരളത്തിലെ ഏകദേശം പ്രധാനപ്പെട്ട SN കോളേജുകളെല്ലാം തന്നെ ഏകദേശം 10-12 SN കോളേജുകൾ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്ന സമയത്ത് എന്റെ സമുദായത്തിനുള്ളത് ഞാൻ എടുക്കുന്നു, ഇതര സമുദായത്തിന് NSS ഉൾപ്പെടെയുള്ള മറ്റു സാമുദായിക സംഘടനകൾക്ക് ഇവിടത്തെ പെരുങ്ങമല ഇക്ബാൽ കോളേജ് ഉൾപ്പെടെയുള്ളത് കൊടുത്തത് ശങ്കർ സാറാണ്. ഓൾ സയൻസ് കോളേജ് കൊടുക്കുന്ന ആർ ശങ്കറാണ്. അങ്ങനെ മറ്റുള്ള സമുദായങ്ങൾക്കും സാമൂഹിക നീതി നടപ്പിലാക്കിക്കൊണ്ട് അന്ന് ഗുരുദേവന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യമായ അല്ലെങ്കിൽ വിദ്യ കൊണ്ട് സ്വന്തരാകാൻ പറഞ്ഞ ഗുരുവിന്റെ മഹത്തായ വചനം യാഥാർത്ഥ്യമാക്കിയത് ഈ പറയുന്ന മഹാനായ ശങ്കർ സാറായിരുന്നു. ആ ശങ്കർ സാറിനും ഈ പറയുന്നത് പോലെ സംഘടനയെ ചലിപ്പിക്കാനായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കോൺഗ്രസ് നേതാവ് കൂടിയായതുകൊണ്ട് മറ്റു പ്രവർത്തകർക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ നേതാവ് നമുക്കറിയാം, നിർഭയമായി കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ചെങ്കൂറ്റം. നിങ്ങൾ ആലോചിക്കണം, ഇന്നും ഒരു വിവാദം ഉണ്ടായി. നിങ്ങളുടെ പത്രദൃശ്യ മാധ്യമങ്ങൾ വായിക്കുന്ന ആളുകളാണ്. തിരുവനന്തപുരം പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രബുദ്ധരായ സമുദായമാണ് നമ്മൾ. ഇന്നലെ ഒരു സംഭവം ഉണ്ടായല്ലോ. നമ്മുടെ പാലക്കാട് എന്ന് പറയുന്ന ജില്ലയ്ക്കകത്ത് ആ പാലക്കാട് നമ്മൾ സംഘടിച്ചു നിൽക്കണം എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം ഇതാണ്. അതാണ് ഗുരുദേവൻ പറഞ്ഞത്, സംഘടന കൊണ്ടല്ലാതെ ഒരു അവകാശവും നേടിയെടുക്കാൻ ലോകത്ത് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ അനുഭവിക്കുന്ന ഭൂരിപക്ഷം നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ സഹോദരിമാർക്ക് സ്വർണം ധരിക്കാൻ, വസ്ത്രം ധരിക്കുവാൻ, വിദ്യാലയങ്ങളിൽ പ്രവേശിക്കുവാൻ, ക്ഷേത്രത്തിൽ കടന്ന് ആരാധന നടത്തുവാൻ എന്ന് വേണ്ട മുഴുവൻ മനുഷ്യാവകാശങ്ങളും നമ്മൾ നേടിയെടുത്തത് ആരുടെയും ഔദാര്യം കൊണ്ടല്ല, നമ്മൾ നടത്തിയ ത്യാഗോചരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല. നമുക്കറിയാം, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഈ അടുത്ത കാലത്ത് ഇതേപോലെ SNDP യോഗത്തിന്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് നമുക്കറിയാം ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പറയുന്നത് ഇന്ന് ഈ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ നിലമ്പൂര് ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ കേരളത്തിൽ മൈക്രോ ഫൈനാൻസ് വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഇവിടെ കുടുംബശ്രീ ഉണ്ടാക്കി, ഇവിടെ കോൺഗ്രസ് ധനശ്രീ ഉണ്ടാക്കി, ഇവിടെ പഞ്ചമി എന്ന് പറഞ്ഞ KPMSന്റെ പുനരശ്രീകുമാർ പഞ്ചമി എന്ന പേരിൽ അവിടെ മൈക്രോ ഫൈനാൻസ് നടപ്പിലാക്കി, NSS നടപ്പിലാക്കി ധനശ്രീ എന്ന പേരിൽ.
BJP നടപ്പിലാക്കി, മറ്റൊരു പേരിൽ BJP നടപ്പിലാക്കി. പക്ഷേ SNDP യോഗം നടപ്പിലാക്കിയ SNDP യോഗത്തിനകത്ത് നമ്മുടെ അമ്മമാരും സഹോദരിമാരും കാണിച്ചതുപോലെയുള്ള ഒരു സത്യസന്ധത 99% ആളുകൾ കാണിച്ച സത്യസന്ധത ഇതര വിഭാഗങ്ങൾ നടത്തി അവർ പരാജയപ്പെട്ട് മറ്റ് സംഘടനകളായി വിട്ടുമാണ്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ബഡ്ജറ്റിൽ 3 കോടി രൂപ പഞ്ചമി എന്ന് പറയുന്ന APMS സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു. പക്ഷെ അത് കൃത്യമായി നമ്മൾ ചലിപ്പിക്കുന്ന പോലെ ചലിപ്പിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് ഈ പറയുന്ന മഹാഗുരുവിന്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. പിന്നെ എന്നെ പ്രത്യേകിച്ച് പാറശാല എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ടടുത്ത മറ്റൊരു യൂണിയൻ ഉണ്ടെങ്കിൽ പോലും പാറശാല എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞതുപോലെ ഏറ്റവും നമ്മുടെ കിഴക്ക് കിടക്കുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ പാറശാല മുതൽ പണ്ട് കന്യാകുമാരി നമ്മുടെ ഭാഗമാകേണ്ട ഒരു ജില്ലയായിരുന്നു കന്യാകുമാരി. പക്ഷെ അന്ന് പാലക്കാട് എടുത്തുകൊണ്ട് കന്യാകുമാരി വിട്ടു കൊടുക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും അങ്ങനെ സംഘടനാപരമായി ഈ 30 വർഷം അദ്ദേഹം കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന് നമ്മുടെ മീനച്ചൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു യൂണിയനിൽ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാൻ ഉള്ള സാഹചര്യം. നിങ്ങൾ ആലോചിക്കണം, മലപ്പുറത്ത് അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയേണ്ടടുത്ത് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം കഴിഞ്ഞ യോഗത്തിൽ ബഹുമാനപ്പെട്ട കേരള മോദി കൊടുത്ത സ്വീകരണ സമ്മേളനത്തിൽ BN വാസവൻ എന്ന് പറയുന്ന നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി പറഞ്ഞു, ചിതറിക്കിടന്ന സമുദായത്തെ ഒന്നാക്കാൻ വെള്ളാപ്പള്ളി ഇടശ്ശേരി കഴിഞ്ഞു എന്ന് മാത്രമല്ല 30 വർഷക്കാലം പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിലയിലിരിക്കാൻ അദ്ദേഹത്തിനല്ലാതെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് തകർക്കാൻ ഇനി ഈ സമുദായത്തിനകത്ത് ആരുമില്ല എന്ന് അദ്ദേഹം അടിപരയിട്ട് എടുത്തു പറഞ്ഞു. സാധാരണ കമ്മ്യൂണിസ്റ്റുകളൊക്കെ അവരെ പറയുമ്പോൾ സാധാരണ സൂക്ഷിച്ചേ പറയാം. ശ്രീനാരായണ ഗുരുദേവനെ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ശിവഗിരി മഠത്തിലെ സന്യാസിമാർ ചെന്നപ്പോഴും ആ വലിയ ഇടയൻ, നമുക്കറിയാം അദ്ദേഹം ഒരു മതത്തിന്റെ വലിയ ഇടയനാണ്. സാധാരണഗതിയിൽ ഒരു മതത്തിന്റെ അധിപനായിരിക്കുമ്പോൾ മറ്റൊരു മതത്തിന്റെ ആചാര്യനെ കുറിച്ച് പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിച്ചില്ല എങ്കിൽ അദ്ദേഹം ഒരുപാട് വിമർശനങ്ങളൊക്കെ കിട്ടി. ആ വലിയ ഇടയൻ പോലും ശിവഗിരിയിൽ നിന്ന് ഗുരുവിന്റെ അനുയായികളായിട്ടുള്ള സന്യാസിമാർ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലോകത്തെ ഒരു കുടുംബമായി കാണാൻ നാരായണ ഗുരുവിന് കഴിഞ്ഞു. ഞാൻ ഇന്ത്യയിൽ വരുമ്പോൾ ശിവഗിരി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം യാത്രയാവുന്നത്. ബഹുമാനായ ജനറൽ സെക്രട്ടറി ആ നിലമ്പൂരിൽ ചെന്ന് SNDP യോഗത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹം സംസാരിച്ചത്. മറ്റേതെങ്കിലും സംഘടനയുടെ പ്ലാറ്റ്ഫോമിലാണ് സംസാരിച്ചത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ NSSന്റെ പല മീറ്റിങ്ങുകൾ നടക്കുന്നു, പല സ്ഥലങ്ങളിലും, പല ദേശികര ഏതോ ഒരു സംഘടനയുടെ വലിയ സമ്മേളനം നടക്കുന്നു, കൊടുത്തോരങ്ങളിൽ കിട്ടിയിരിക്കുന്നു. അവൻ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഇടതുപക്ഷത്തിന് അനുകൂലമായി പറയാറുണ്ട്. അപ്പൊ അതിനുശേഷം 1996 ശേഷം ഈ 30 വർഷക്കാലത്തിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നമ്മുടെ സമുദായത്തിന്റെ പാവപ്പെട്ട നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും എല്ലാം രക്ഷിക്കുന്നതിന് വേണ്ടി, അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി, സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടി അന്നൊക്കെ SNDPയുടെ ഞാനൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ SNDP ശാലയുടെയും അതുപോലെ തന്നെ യൂണിയന്റെ നേതാക്കന്മാരെന്നൊക്കെ പറയുന്നത് മരണത്തിനും കല്യാണത്തിനും മാത്രമാണ് അവരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു ചെറുപ്പക്കാർക്കോ ഒരു വനിതയ്ക്കോ SNDP യോഗത്തിന്റെ ഒരു പരിപാടികളിലും കാണാൻ കഴിയില്ല. പക്ഷേ മൈക്രോ ഫൈനാൻസ് പദ്ധതി വന്നതിന് ശേഷം ആയിരക്കണക്കിന് സഹോദരിമാർ ഈ SNDP യോഗം സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്ക് ഒഴുകി വരുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു CPMന്റെ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ചർച്ച ചെയ്ത വിഷയമാണ് കേരളത്തിൽ മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്ന പദ്ധതി. അത് ശ്രീനാരായണ സമൂഹത്തിലെ സ്ത്രീകളെ ഓർത്തിണക്കാൻ, ഒരു കണിയായി ഓർത്തിണക്കാൻ സാധിക്കും, ഗൗരവമായി കാണണമെന്ന് പറഞ്ഞത് കേരളം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. നിങ്ങൾ ആലോചിക്കണം, SNDP യോഗത്തെ കുറിച്ച് ഒരിക്കൽ നമ്മുടെ MLA മാത്രമാണ് ബാബു എന്ന് പറയുന്നത് കൂടത്തറന്ന് മത്സരിച്ച K. ബാബു മാത്രമാണുള്ളത്. അപ്പോൾ നമ്മുടെ സമുദായത്തിന്റെ കരുണാകരന്റെ കാലഘട്ടത്തിൽ ഏകദേശം 10-24 MLA-മാരുണ്ടായിരുന്നു. സമുദായമാരുണ്ട്. വരാലുകളെ പോലെ പക്കം പുരുഷോത്തവനെ പോലെയൊക്കെ തലയെടുപ്പുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന കോൺഗ്രസിനകത്ത് ഒരു ചെറുപ്പക്കാരൻ കൊണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തലമുറയിൽപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിൽ ഏറ്റവും വലിയ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഈ സമുദായത്തിനോട് വളർന്നു വരുന്നില്ല എന്നുള്ളത് നമ്മൾ മലപ്പുറത്ത് ഒരു കാലഘട്ടമാണ്. ഞാൻ അടുത്ത കാലത്ത് NSSന്റെ ഒരു യോഗത്തിലേക്ക് വിളിച്ചു, അവരുടെ 40ാമത് കരയോഗ വാർഷികം. ആ യോഗത്തിൽ ഞാൻ പറഞ്ഞു, പുരോഗമനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ സ്വീകരിച്ചില്ല എങ്കിൽ പുതിയ തലമുറ ജാതി സംഘടനകളെ
അഭിമാനത്തോടുകൂടി കാണുന്നവരാണ് നിങ്ങൾ. അത് വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ ഇന്ന് മുതൽ ഈ യൂണിയനെ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും അടുക്കും ചിട്ടയുമുള്ള ഒരു യൂണിയനാക്കി മാറ്റിയെടുക്കാനും ഇവിടെ അദ്ദേഹം എല്ലാവിധമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ നമുക്കും അർഹതപ്പെട്ട സീറ്റുകൾ വാങ്ങിയെടുക്കാൻ, അത് CPM ആയാലും കോൺഗ്രസ് ആയാലും NCP ആയാലും BJP ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി നിന്നാലും അത് നേടിയെടുക്കണമെന്നുള്ളതാണ് CDP യോഗത്തിന്റെ നിലപാട്. നമുക്കതിന് പ്രത്യേകമായ രാഷ്ട്രീയമില്ല. പക്ഷെ കക്ഷി രാഷ്ട്രീയമുണ്ട്. നമ്മളെ സഹായിക്കുന്നവർ മുസ്ലിം ലീഗ് ആയാലും നമുക്ക് സഹായിക്കും. കാരണം കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി വേണമെങ്കിൽ പ്രവർത്തിക്കാം. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ സംഘടിച്ച് നിന്നല്ലാതെ ഇന്നിപ്പോ നിലപാട് ഒരു മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടു അതുകൊണ്ട് അങ്ങനെയല്ല, അത് പൊതുശ്മശാനം എല്ലാവർക്കും അടക്കം അങ്ങനെയല്ലോ അവർ പറഞ്ഞത്. അപ്പൊ പ്രതിഷേധമുണ്ടായി എന്ന് കണ്ടപ്പോൾ, പ്രതിഷേധം ഉണ്ടാകുന്നു, അത് ശക്തി പ്രാപിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പറക്കുകയാണ്. ചെയർപേഴ്സൺ പോലും മറുപടി പറയാൻ സാധിക്കുന്നില്ല. 20 സെന്റാണ്. ഇന്നും ഈ അടക്കം ചെയ്യുന്ന ഡെഡ് ബോഡിക്ക് ജാതിയുണ്ടോ? തിരുവനന്തപുരത്തുണ്ട്. ഈ ബ്രാഹ്മൺസിന് മാത്രം ഒരു നിങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കണം. ഈ പറയുന്ന ഞാൻ ആക്ഷേപിക്കുകയല്ല, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ഈ സുബ്രഹ്മൂർത്തി ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഓടുന്നത് കൊണ്ടാണ്, ഈ കുളത്തിൽ വന്ന് ജനിച്ചത് കൊണ്ടാണ് നമ്മൾ പരസ്പരം ആരെയും അംഗീകരിക്കില്ല. ഗൗരിയുടെ എടുത്തു നോക്ക്, ശോഭാ സുരേന്ദ്രനെ എടുത്തു നോക്ക്, പക്കഭൂഷണത്തിനെ എടുത്തു നോക്ക്, യേശുദാസന്റെ എടുത്തു നോക്ക്. എല്ലാവരും ഈ പറയുന്നത് പോലെ ഗുരുദേവനെ കണക്ക് ഗുരുദേവനോട് നിന്നുകൊണ്ട് ശങ്കരസ്ഥാനായ അഭിമാനബോധം വിട്ട് കളിക്കാത്തവരാണ് ഈടവർ. ആ സമുദായം സംഘടിച്ചില്ലായിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ മുതൽ ഇന്നിപ്പോ ഇവിടെ ചെറിയൊരു പ്രകടനം നടത്തിയാൽ ഈ പ്രകടനം തന്നെ തെളിയിക്കുന്നതാണ്. ഈ പ്രകടനം തന്നെ തെളിയിക്കുന്നത് ഇവിടെ സംഘടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വളരാൻ തുടങ്ങിയിരിക്കുന്നു, ഉണരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. നമ്മൾ പോയിട്ട് ചെറിയൊരു പ്രകടനം നടത്തി കഴിഞ്ഞാൽ ഈ മാറി നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. മൂലമ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇരിക്കുന്ന ശാഖാ പ്രസിഡന്റ് സെക്രട്ടറിമാരും ഇവിടെ ഇരിക്കുന്ന വനിതാ സംഘ പ്രവർത്തകരും യൂത്ത് പ്രവർത്തകരും എല്ലാം SNDP-യെ ശക്തിപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. പണ്ട് ഉറക്കു പാട്ട് കേൾപ്പിച്ച് നമ്മൾ ഉറക്കിയിരുന്നെങ്കിൽ കുമാരനാശാനെ പോലെയുള്ളവർ ഉണർത്തു പാട്ട് കേൾപ്പിച്ച് നമ്മൾ ഉണർത്തി. ഇനി ഉറങ്ങണോ? പാഠശാലക്കാരോട് ഞാൻ ചോദിക്കുന്നു, ഇനിയും ഉറങ്ങണമോ? ഇനിയും ഉറങ്ങിയാൽ നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ചങ്കൂറ്റമുള്ള ഈടവർ പാലക്കാടുള്ളത് കൊണ്ട് നഗരസഭയ്ക്ക് അവരും അപേക്ഷ കൊടുത്തു. ഞങ്ങൾക്ക് വേണമെങ്കിൽ സ്ഥലം ഞങ്ങളെ സഹോദരങ്ങളെ വടക്കം ചെയ്യാൻ. അത് ഈടവർ മാത്രമല്ല, ഞങ്ങളുടെ സഹോദരങ്ങൾ നായർ വന്നാലും അടക്കം, മുസ്ലിം വന്നാലും അടക്കം, ക്രൈസ്തവർ വന്നാലും അടക്കം, പട്ടികജാതിക്കാർ വന്നാലും അടക്കം. അതാണ് ശ്രീനാരായണ സംസ്കാരം. ആ ശ്രീനാരായണ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീനാരായണ ധർമ്മപരിപാല യോഗത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ 4 അക്ഷരത്തെ വളർത്തിയെടുക്കുവാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എന്തിനും ഈ സമുദായത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി, സമുദായത്തെ നയിക്കുന്നതിന് വേണ്ടി യോഗം ജനറൽ സെക്രട്ടറി നിയോഗിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള വരാത്ത ശാഖകളുടെ നേതാക്കന്മാരുമായി ഞാൻ തന്നെ ബന്ധപ്പെട്ട് അവർക്ക് പ്രവർത്തിക്കാൻ താല്പര്യമില്ലെങ്കിൽ, അവരെ പുറകോട്ട് കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുള്ള മരുന്നുകൾ SNDP യോഗത്തിന് മുമ്പിൽ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് വേണ്ട മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എവിടെ കണ്ട് ശരിയാണെന്ന്. പേരെന്തോന്ന്? പേര് ഷിജു. ആ ശരി, പേര് സന്തോഷം.